Hi friends, പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന ടീ കേക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. കേക്ക് തയ്യാറാക്കാൻ ഓവനും വേണ്ട, ഇലക്ട്രിക് ബീറ്ററും വേണ്ട, അതുപോലെ തന്നെ മെഷറിംഗ് കപ്പ് പോലും ഞാനിതിന് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുള്ള ഗ്ലാസ് വെച്ചും ഹാൻഡ് മിക്സർ വെച്ചാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഞാനിപ്പോൾ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പകുതി പഞ്ചസാര ആദ്യം ചേർത്തു. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ പഞ്ചസാര മുഴുവനായിട്ടാണല്ലോ ചേർക്കുന്നത്, നമ്മൾ പൊടിച്ചിട്ടൊന്നല്ല ചേർക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര അലിയുന്ന സമയം കൊണ്ട് നമ്മളെ എഗ്ഗും നന്നായിട്ട് പതഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ കൈകൊണ്ട്, ഞാനിപ്പോൾ മുഴുവൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്, കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. നമ്മുടെ മുട്ടയുടെ മണമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പഞ്ചസാര ചേർത്തിട്ട് നമ്മൾ മുട്ടയൊക്കെ പതപ്പിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു കിട്ടും. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇലക്ട്രിക് ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് മൈദയാണ് ചേർക്കുന്നത്. നമ്മൾ പഞ്ചസാര അളന്നെടുത്ത അതേ ഗ്ലാസ് ഉണ്ടല്ലോ, അതേ ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് മൈദ എടുക്കുക. ഞാനിപ്പോൾ പകുതി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. പകുതി മൈദ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ബാക്കി 1/2 ഗ്ലാസ് മൈദ കൂടെ ഇതിലേക്ക് ചേർക്കുക. അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് രണ്ടാമത്തെ ഗ്ലാസിൻ്റെ പകുതി മൈദ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ഗ്ലാസ് പാല് ചേർക്കുന്നുണ്ട്. ആ പാല് ചേർത്തതിന് ശേഷമാണ് ബാക്കി 1/2 ഗ്ലാസ് മൈദ ചേർക്കുന്നത്. അപ്പോൾ പാല് നല്ല തണുപ്പ് പാടില്ല, നല്ല ചൂടും പാടില്ല. ഒരു റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഇതിലേക്ക് ചേർക്കുക. 1 ഗ്ലാസ്സാണ് ചേർത്തത്. അപ്പോൾ ഈ ഗ്ലാസ് മൈദയും പഞ്ചസാര എല്ലാം എടുക്കുന്നത് ഒരേ ഗ്ലാസിൻ്റെ അളവ് തന്നെ ആയിരിക്കുക. ഇനി ബാക്കി 1/2 ഗ്ലാസ് മൈദ കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഈ ബാറ്റർ ടൈറ്റായി പോവാതിരിക്കാനാണ് ഞാൻ ആദ്യം പാല് ചേർത്തിട്ട് ബാക്കി 1/2 ഗ്ലാസ് മൈദ ചേർത്തത്. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഒരുപാട് കൂടി പോകാൻ പാടില്ല, ഒരൊറ്റ നുള്ള് മാത്രം മതി. അത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ കൂടെ ചേർക്കുക. ഇത് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് പൗഡർ ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്തത്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് കൊക്കോ പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ ഡാർക്ക് ആണെങ്കിൽ 2 ടേബിൾ സ്പൂണും ലൈറ്റ് ആണെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. മിൽക്ക് പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു പഴം എടുക്കുക, നന്നായിട്ട് പഴുത്ത പഴം എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോഴാണ് ഇതിന് കറക്റ്റ് ആ ബനാനയുടെ ഫ്ലേവർ, ആ മണോ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ പഴം ഉടച്ചത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പഴം സ്മാഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് കേട്ടോ ആ പഴത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ ഈ കേക്കിലേക്ക് ഇറങ്ങി വരുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മളിതിൽ എസൻസ് ഒന്നും ചേർക്കുന്നില്ല, ബനാനയുടെ ഒരു എസൻസും ചേർക്കുന്നില്ല. ആദ്യം കുറച്ച് വാനില എസൻസ് ചേർത്തത് ആ മുട്ടയുടെ മണം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ ബനാന കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കനത്തിൽ തന്നെ ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പഴം കട്ടാക്കി എടുക്കുമ്പോൾ ഒരുപാട് തിന്നായി പോകാൻ പാടില്ല. തിന്നായി പോയി കഴിഞ്ഞാൽ ബാറ്റർ ഒഴിക്കുമ്പോൾ ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് ഈ പഴം പൊന്തി വരും. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് സെറ്റാക്കി എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തു. ഇതിലേക്ക് ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തു. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പഴം നിരത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ പഴം കൂടുതലോ കുറച്ചോ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ 3 പഴമാണ് എടുത്തിട്ടുള്ളത്. 3 പഴം നന്നായിട്ട് ഇതിൽ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ച് ബാറ്റർ ഒഴിക്കേണ്ടത്. ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ ഇത് ഒഴിക്കുന്നതിൻ്റെ മുമ്പായിട്ട് സ്റ്റൗ ടോപ്പിൽ ഒരു പഴയ പാന് വെക്കുക. പാന് വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് ഇത് സ്റ്റൗവിലേക്ക് മാറ്റാമല്ലോ. ഇപ്പോൾ ഞാൻ അതിന് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി ഈ ലിഡിൽ ഒരു ചെറിയൊരു ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കുകയാണ്. 45 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഞാൻ ഇത് ബേക്ക് ചെയ്തെടുത്തു. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റൗവിനനുസരിച്ചും പോട്ടിനനുസരിച്ചും ഒക്കെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. എന്തായാലും ഒരു 35-40 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് കൂടുതൽ സമയം വേണമെങ്കിൽ അപ്പോൾ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റൗവിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് ചൂടാറണ്ട. ആ കടുത്ത ചൂടങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആ സെയിം പോട്ടിൽ തന്നെ നമ്മൾ കേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ഹാർഡായി പോവും. ഇപ്പോൾ ഞാൻ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രത്യേക മണം തന്നെയുണ്ട് ഈ ബനാന കേക്കിന്. നമ്മളൊരു ലെയർ അടിയിൽ ബനാന കൊടുത്തിട്ടുമുണ്ട്, പിന്നെ ഒരു ബനാന ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. നമ്മൾ ബനാന ചേർത്തിട്ടുണ്ട്, പിന്നെ ഇതിൽ ചോക്ലേറ്റ് ഒക്കെ ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓവനും വേണ്ട, ഇലക്ട്രിക് ബീറ്ററും വേണ്ട, മെഷറിംഗ് കപ്പ് പോലും നമുക്കിതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള നമ്മൾ സാധാരണ ഗ്ലാസ് വെച്ചിട്ട് തന്നെ ഇതിൽ സാധനങ്ങളൊക്കെ ഞാൻ അളന്നെടുത്തത്. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു മണം തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി വരാം. എല്ലാവരും ജാഗ്രതയോടുകൂടെ സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.